എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരം കാവാലൻചിറ പൊതുകുളം 4 ഭാഗവും മുകൾ ഭാഗവും വല ഉപയോഗിച്ച് അടച്ചു കെട്ടിയതിനെതിരെ നാട്ടുകാരുടെ പരാതി. ജനങ്ങൾ ഉപയോഗിക്കുന്ന കുളം മത്സ്യം വളർത്തലിനായി സ്വകാര്യ വ്യക്തികളാണ് അടച്ചു കെട്ടിയത്. സഹസ്ര സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ഉപയോഗിച്ച് നവീകരണം നടത്തിയ പഞ്ചായത്ത് കുളമാണ് കാവാലൻചിറ. പരിസരവാസികൾക്ക് കുളിക്കുവാനും വസ്ത്രങ്ങൾ അലക്കുവാനും നീന്തൽ ഉൾപ്പെടെയുള്ള വിനോദങ്ങൾക്കുമായി ഉപയോഗിക്കുന്നതിനു വേണ്ടിയാണ് 5 ഏക്കർ വിസ്തൃതിയിലുള്ള കുളം നവീകരിച്ചത്. എന്നാൽ പഞ്ചായത്ത് കുളം ഏതാനും ചില വ്യക്തികൾക്ക് മത്സ്യകൃഷി ചെയ്യുന്നതിന് പാട്ടത്തിന് നൽകിയിരിക്കുകയാണ്. ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ 5 അംഗ കർഷകർക്ക് 5 വർഷത്തേക്കാണ് കുളം നൽകിയിട്ടുള്ളത്. വല കെട്ടി മൂടിയതോടെ കുളത്തിലിറങ്ങുവാനും കുളിക്കുവാനും അലക്കുവാനും സ്വാഭാവിക മത്സ്യബന്ധനത്തിനും കഴിയാത്ത സാഹചര്യമായെന്ന് നാട്ടുകാർ പറയുന്നു. മണ്ടംപറമ്പ് പതിയാരം പ്രദേശങ്ങളിലെ 100-ൽ പരം ആളുകൾ ഒപ്പുവെച്ച പരാതിയാണ് പഞ്ചായത്ത് അധികൃതർക്ക് നൽകിയത്. ഏകദേശം ഒരു 2.5 കോടിയോളം PK ബിജു ഫണ്ട് ചെലവാക്കിയിട്ട് നമ്മൾ പുനരുദ്ധീകരിച്ചിട്ട് നല്ല രീതിയിലാക്കി വന്നൊരു ചിറ, നമ്മുടെ നാടിൻ്റെ പൊതുസ്വത്തായിട്ട് ഇരുന്നൊരു ചിറ ഇപ്പോൾ കുറച്ച് പേർക്ക് പ്രൈവറ്റായിട്ട് തീരെഴുതി കൊടുത്ത പോലെയാണ് ഇപ്പോൾ എടുക്കുന്നത്. കുളിക്കാൻ മാത്രം ഇവിടെ ഒരു സ്ഥലം ഒഴിവാക്കി വിട്ടിട്ട് ബാക്കി മൊത്തം മീൻ വളർത്തുക എന്നുള്ള ഒരു പേരിൽ മൊത്തം അടച്ചു കെട്ടിയതാണ്. അപ്പോൾ പഞ്ചായത്തിൽ നമ്മളിത് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മൾ ഫിഷറീസ് വകുപ്പിലും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവരിപ്പോൾ നിലവിൽ കോൾപ്പാടത്ത് മാത്രം സീസണിൽ ഉള്ള കൃഷിക്ക് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മളത് അറിഞ്ഞത്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് നീന്തം പഠിക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ പറ്റാത്ത രീതിയിൽ ഉപയോഗശൂന്യമായ രീതിയിൽ അടച്ചു കെട്ടാൻ പ്രൈവറ്റ് പൊതുസ്വത്തായിട്ട് നമ്മളിത് കൊടുത്തിട്ടില്ല. ഇവിടുത്തെ ഇനി വാർഡ് മെമ്പർമാരാണോ ഇനി ആരാണോ അത് നടപടി എടുത്തതെന്ന് അറിയില്ല. ആരും ചോദിക്കുമ്പോൾ ആരും അതിനേതായിട്ട് ഒരു കൃത്യമായ ഉത്തരം നമുക്ക് തരുന്നില്ല. നമ്മൾ ഇത് പൊതുവായിട്ടുള്ള സ്ഥലമാണ്, ഇത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആവണം, അത്രേ ഉള്ളൂ. അപ്പോൾ പാടത്തിന് മറ്റേ കൃഷിയുടെ സമയത്ത് ഇവർ വെള്ളം അടിച്ചു കൊടുക്കാതെ കെട്ടിവെക്കുകയും ചെയ്യുക. കൃഷിക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇവർ വെള്ളം അടിച്ച് വറ്റിച്ചിട്ട് ആൾക്കാർ കുളിക്കുന്ന സമയത്ത് ഉപയോഗമില്ലാത്ത പോലെ വെള്ളം അടിച്ചിട്ട് ഒരാഴ്ചത്തോളം വെള്ളം അടിച്ച് വറ്റിച്ച് മീൻപിടുത്തമൊക്കെ നടത്തിയവർ. വേനൽക്കാലത്ത് പരിസരവാസികളുടെ പ്രധാന ജലസ്രോതസ്സാണ് കാവാലൻചിറ. കൃഷിക്കും കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ചുറ്റുമുള്ള വനപ്രദേശത്തു നിന്നും ഒട്ടേറെ വന്യമൃഗങ്ങളും പക്ഷികളും കടുത്ത വേനലിൽ ദാഹം തീർക്കാനും കുളത്തിലെത്തും. വലയിട്ട് അടച്ചുകെട്ടിയതോടെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കുളത്തിലെ നാടൻ മത്സ്യസമ്പത്ത് നശിക്കുവാനും ഇത് കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. അതേസമയം പൊതുകുളം അടച്ചു കെട്ടുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറി അനുമതി നൽകിയിട്ടില്ലെന്നും പൊതുജനങ്ങൾ ഇറങ്ങുന്നതും സ്വാഭാവിക മത്സ്യബന്ധനവും തടസ്സപ്പെടുത്താൻ കഴിയില്ലെന്നും കുളം പാട്ടത്തിന് നൽകുവാൻ തീരുമാനമെടുത്തിട്ടേയുള്ളൂവെന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. നീർത്തട സംരക്ഷണ പദ്ധതിയിലുള്ള കുളം അടച്ചു കെട്ടിയതിനെതിരെ ജില്ലാ കളക്ടർക്കും ഫിഷറീസ് വകുപ്പിനും വകുപ്പ് മന്ത്രിക്കും നാട്ടുകാർ പരാതി അയച്ചിട്ടുണ്ട്.